ജൂതവിരുദ്ധൻ, കഴിവില്ലാത്തവൻ, കമ്മ്യൂണിസ്റ്റ്. ന്യൂയോർക്ക് സിറ്റി മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റ് നേതാവ് സൊഹ്റാൻ മംദാനിക്കെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക്ഷേപങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു. ഭയം കൊണ്ടാകാം ട്രംപ് മംദാനിയെ നിരന്തരം കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ചു. ആ വാക്ക് പോലും ഒരു അധിക്ഷേപമാക്കി മാറ്റാൻ ശ്രമിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റ് തലപ്പത്തെത്തിയാൽ കാര്യങ്ങൾ മോശമാകും. ന്യൂയോർക്ക് സിറ്റി സാമ്പത്തികമായും സാമൂഹികമായും സമ്പൂർണ്ണ ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തും. ന്യൂയോർക്കിന്റെ പഴയ പ്രതാപം തിരിച്ചു കൊണ്ടുവരാൻ മംദാനിക്ക് കഴിയില്ല തുടങ്ങി നിരന്തരം ആക്രമണം നടത്തി ട്രംപ്. ജൂതവിരുദ്ധനായ മംദാനിക്ക് വോട്ട് ചെയ്യുന്ന ജൂതന്മാർ വിഡ്ഢികളാണെന്ന് വരെയും പറഞ്ഞു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ട്രംപിന്റെ ആ ദുസ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. ന്യൂയോർക്ക് സിറ്റിയുടെ ആദ്യ ഇന്ത്യൻ അമേരിക്കൻ മുസ്ലിം മേയറായി സൊഹ്റാൻ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടു. മുൻ ന്യൂയോർക്ക് ഗവർണർ ആൻഡ്രൂ കുവോമോയെയും റിപ്പബ്ലിക്കൻ നേതാവ് കുർത്തി സിൽവയെയും പരാജയപ്പെടുത്തിയാണ് 34-കാരനായ സൊഹ്റാൻ മംദാനി ചരിത്രം കുറിച്ചിരിക്കുന്നത്. ഒരു നൂറ്റാണ്ടിന് ശേഷം ന്യൂയോർക്ക് സിറ്റിയുടെ മേയറാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നേതാവ് കൂടിയാണ് അദ്ദേഹം. ചലച്ചിത്ര സംവിധായിക മീര നായരുടെയും ഇന്ത്യൻ വംശജനായ പ്രൊഫസർ മഹ്മൂദ് മംദാനിയുടെയും മകനായി യുഗാണ്ടയിലെ കമ്പാലയിലാണ് മംദാനിയുടെ ജനനം. പിന്നീട് ന്യൂയോർക്കിലേക്ക് കുടിയേറി. US പൗരത്വം സ്വീകരിച്ചു. തന്റെ പാത രാഷ്ട്രീയമാണെന്ന് ഏറെ വൈകാതെ തന്നെ തിരിച്ചറിഞ്ഞ മംദാനി 2020 ആദ്യമായി ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് മത്സരിച്ച് വിജയിച്ചു. 2024 മേയർ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായി മംദാനിയുടെ പേര് ഉയർന്നപ്പോൾ മുതൽ ട്രംപിന്റെ അസഹിഷ്ണുതയും എങ്ങു നിന്നെന്നില്ലാതെ തലപൊക്കി തുടങ്ങിയിരുന്നു. വ്യവസായത്തിന്റെയും സാമ്പത്തികത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വിനോദത്തിന്റെയും ഫാഷന്റെയും മീഡിയയുടെയും ഒക്കെ ആഗോള കേന്ദ്രമായി തന്നെ അറിയപ്പെടുന്ന ന്യൂയോർക്ക് സിറ്റിയെ എപ്പോഴും കൈപ്പിടിയിലാക്കുക എന്നത് US പ്രസിഡന്റിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം കൂടിയായിരുന്നു. അതിനുവേണ്ടി എല്ലാ കുടിലതകളും ട്രംപ് നടത്തി. താൻ മേയറായി വിജയിച്ചാൽ ട്രംപിനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്നും മംദാനി പറഞ്ഞിരുന്നു. പിന്നാലെ ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പിന്റെ പ്രൈമറി മത്സരത്തിൽ 56% വോട്ട് നേടി മംദാനി വിജയിച്ചപ്പോഴേക്കും ട്രംപ് വിറളി പൂണ്ടു. മംദാനിക്കെതിരെ നിരന്തരം അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞു. വിദേശിയാണെന്നും അതുകൊണ്ട് പൗരത്വം റദ്ദാക്കുമെന്നടക്കം ഭീഷണിപ്പെടുത്തി. എന്നാൽ രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ടായിരുന്നു മംദാനിയുടെ മറുപടി. ട്രംപിന്റെ കുടിയേറ്റ നയങ്ങളെ ശക്തമായി എതിർത്തു. പലസ്തീൻ ജനതയെ പിന്തുണയ്ക്കുകയും ഇസ്രയേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് പറയുകയും ചെയ്തു. താൻ ട്രംപിന്റെ ഏറ്റവും വലിയ ദുസ്വപ്നമായിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. മംദാനി തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ന്യൂയോർക്ക് സിറ്റിയെ എങ്ങനെ കൂടുതൽ അഫോർഡബിൾ ആക്കി മാറ്റാമെന്നതിനെ കുറിച്ചാണ്. 2 ലക്ഷം പൊതുവീടുകൾ, യൂണിവേഴ്സൽ ചൈൽഡ് കെയർ, ട്യൂഷൻ ഫ്രീ വിദ്യാഭ്യാസം, ഫെയർ ഫ്രീ ബസ്സുകൾ, നഗരം നേരിട്ട് നടത്തുന്ന ഗ്രോസറി സ്റ്റോറുകൾ, LGBTQ അവകാശങ്ങൾ തുടങ്ങി അതിനുതകുന്ന പദ്ധതികളാണ് പ്രചാരണത്തിലൂടെ മംദാനി മുന്നോട്ട് വെച്ചത്. ഒടുവിൽ ജനം മംദാനിക്ക് അനുകൂലമായി വിധിയെഴുതി. ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ആദ്യമായി ജനങ്ങളെ അഭിസംബോധന ചെയ്യവേ മംദാനി പറഞ്ഞു, ട്രംപിനെ എങ്ങനെ പരാജയപ്പെടുത്തണമെന്ന് ന്യൂയോർക്കിലെ ജനങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ്, നിങ്ങളിത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളോട് 4 വാക്കുകളെ എനിക്ക് പറയാനുള്ളൂ. ആ ശബ്ദം കൂട്ടിവെക്കൂ. So Donald Trump, since I know you're watching, I have 4 words for you. Turn the volume up. ന്യൂയോർക്ക് കുടിയേറ്റക്കാരുടെ നഗരമായി തുടരും. കുടിയേറ്റക്കാർ നിർമ്മിച്ച, കുടിയേറ്റക്കാരെല്ലാം നൽകിയ, ഇന്നു മുതൽ ഒരു കുടിയേറ്റക്കാരൻ നയിക്കുന്ന ന്യൂയോർക്ക്. മംദാനിയുടെ ഓരോ വാക്കുകളും ന്യൂയോർക്കിലെ ജനത കരഘോഷത്തോടെ ഏറ്റെടുത്തു. പ്രസംഗത്തിനിടെ മംദാനി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ആദ്യ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ പ്രശസ്തമായ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് ചുവടുവെക്കുമ്പോൾ, ഒരു യുഗം അവസാനിക്കുമ്പോൾ, ഏറെ നാൾ അടിച്ചമർത്തപ്പെട്ട രാജ്യത്തിന്റെ ആത്മാവ് അതിന്റെ ശബ്ദം വീണ്ടെടുക്കുമ്പോൾ, ചരിത്രത്തിൽ അവിചാരിതമെന്നോണം ആ നിമിഷം വരികയാണ്. I think of the words of Jawaharlal Nehru. A moment comes but rarely in history when we step out from the old to the new, when an age ends and when the soul of a nation long suppressed finds utterance. Tonight we have stepped out from the old into the new. അതെ, മംദാനിയുടെ വിജയം സുനിശ്ചിതമായിരുന്നു. അത് അംഗീകരിക്കാൻ കഴിയാത്ത ട്രംപും റിപ്പബ്ലിക്കൻസും ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധികളെയെല്ലാം വെല്ലുവിളിച്ച് മംദാനി വിജയിച്ചെങ്കിൽ ട്രംപിനെ ന്യൂയോർക്ക് ജനത പരാജയപ്പെടുത്തിയിരിക്കുന്നു.